السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹുവിനെ തൊട്ട് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു, അദ്ദുനിയ മതാഉൻ വഖൈറു മതാഇഹ അൽ മർഅത്തു സ്വാലിഹ. ദുനിയാവ് ചൊല്ലത് അത് ബിക്കടെ ഒരു ചരക്കായിട്ട് കിടും. ദുനിയാവിലുള്ളതെല്ലാം ഒരു സേലുക വെച്ച ഒരു ചരക്കിന് സങ്കല്പിക്കുന്നുണ്ടായെങ്കിൽ, വഖൈറു മതാഇഹ, ആ ചരക്കിൽ വെച്ചിട്ട് ഏറ്റവും ഹൈറായത് സ്വാലിഹത്തായ മർഅത്തായിരിക്കും, പെണ്ണായിരിക്കണം. സ്വാലിഹത്തായ പെണ്ണ് ദുനിയാവിൽ വെച്ചതായ ബിക്കു വെച്ച എല്ലാ വസ്തുക്കളെക്കാളും പിന്നെ ഹൈറായിരിക്കണം. ഈ ദുനിയാവിൽ എന്തെല്ലാം വസ്തുക്കൾ കാണണം, നമുക്ക് എത്ര ബലപാടുള്ള വസ്തുക്കളുണ്ട്. ഡയമണ്ട് ഉണ്ട്, വജ്ര മുത്തു മാണിക്യമുണ്ട്, ബംഗാറുണ്ട്, അതുപോലെ വലിയ ബലപാടുള്ള വസ്തു. പക്ഷേ ഏറ്റവും ബലപാടുള്ള ഒരു വസ്തു ദുനിയാവിലുണ്ടെങ്കിൽ അത് പെണ്ണ്. എങ്ങനത്തെ പെണ്ണ്? ഒരു സ്വാലിഹായിട്ട് കിടൽ, സ്വാലിഹത്തായ പെണ്ണ്. അതിലത്തെ ഒരു ബലപാടുള്ള വസ്തു ദുനിയാവിലില്ലാണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു. എന്നൊരു അതേപോലത്തെ ഹദീസിൽ കാണും, തുഈനു സൗജഹ അലൽ ആഖിറത്തി. സ്വാലിഹത്തായ പെണ്ണ് ചെന്നെങ്കിൽ അവൾ പിന്നെ ആഖിറത്തുക്ക് പേനായിട്ട് മാപ്പിളുടെ സഹായക്കടാൾ, ആഖിറത്തിൻ്റെ പേരിൽ അവൾ സഹായക്കടാൾ. ദുനിയാവിൽ പിന്നെ പെഞ്ഞായിമാരുടെ സഹായം സാധാരണ കിട്ടലുണ്ട്. പെഞ്ഞായിമാർ മാപ്പിളമാരെ ഹിദ്മത്തിരിക്കാറ്, അത് സാധാരണ വാടിക്കയറ്റിക്ക് എല്ലാ പെഞ്ഞന്മാർക്കും മാപ്പിളമാരുടെ പിരിസയ്ക്ക്. പക്ഷേ ആഖിറത്തുക്ക് ബേനായിട്ട് മാപ്പിളയുടെ റെഡിയാക്കടെ പെഞ്ഞന്മാർ കിട്ടുന്നത് ഭാര്യയ്ക്ക് റെഡിയായിട്ട്. അതെങ്ങനെ ആഖിറത്ത് ബേനായിട്ട് റെഡിയാക്കടെ? തുഈനു അല ഈമാനിഹാണ്ട് ഇന്ന ഹദീസിൽ കണ്ട്, അവളുടെ ഈമാൻ്റെ വിശ്വാസത്തിൻ്റെ മേലുള്ള സഹായക്കടാൾ. തുഈനു അല ദീനിഹ, അവളുടെ ദീൻ്റെ മേലുള്ള സഹായക്കടാൾ. പറ്റിയൊരു വിഷയത്തിൽ മാപ്പിളിൻ്റെ ശരീഅത്ത് പ്രകാരം മാപ്പിളെ നടക്കണമെന്ന് ചെന്നിട്ട് അവൾ എന്താക്കടാൾ, പ്രോത്സാഹിപ്പിക്കടാൾ. എത്രയോ ആനിങ്ങ ചെല്ലലുണ്ട്, നാനും മങ്ങിലായാൽ പിന്നെ നല്ല ആയിട്ട് എനിക്ക് നിസ്കാരം നിന്നിട്ടില്ല, എനിക്ക് ദീൻ നിന്നിട്ടില്ല, നാനും മങ്ങിലായാൽ പിന്നെ അവളുടെ കൈ പിടിച്ചാൽ പിന്നെ ഞാൻ നല്ല ആയിട്ട് സാധാരണ ചില ആൾമാർ നമ്മൾ ചെല്ലലുണ്ട്. അതായിരിക്കും സ്വാലിഹത്തായ പെണ്ണ്. അപ്പോൾ നിസ്കാരമില്ലാത്ത ഭർത്താവിനെ അവൾ എന്താക്കടാൾ, നിസ്കരിപ്പാട്ടാൾ. അതുപോലെ ഹലാൽ ഹറാം എന്തും ഗൊന്തില്ലാണ്ട് ജീവിച്ചോണ്ടിന്ന് ഭർത്താവ് കറക്റ്റായിട്ട് ഹലാലിൻ്റെ ഭക്ഷണം തിന്നു പാട്ടവും ഹലാൽ മാത്രം നയിച്ച് തരണോ ചെന്നിട്ട് അവൾ എന്താക്കൽ കണ്ടീഷൻ വെക്കിടാൾ. അതുപോലെ അവളുടെ ഭർത്താവിടെ മക്കളെയും അവൾ ചന്ത ദീനിലായിട്ട് ബലത്ത് പ്രയത്നമാക്കിടാൾ. ദീൻ്റെ ഗന്ധകാലി ഗൊന്തില്ലാത്തവനും ഇപ്പം മങ്ങിലായാൽ പിന്നെ ദീനുമായിട്ട് വലിയൊരു പിന്നെ ഒരു പിരിസപറം പോലെ അവർ പ്രേരേപ്പിക്കിടാൾ. സുബൈ നിസ്കാരത്ത് പള്ളിക്ക് ബറാത്ത് എത്രയോ ഭർത്താക്കന്മാരെ വന്നിട്ട് സുബൈ നിസ്കാരത്ത് എത്രയോ പെണ്ണിങ്ങുള്ളാർ. തഹജ്ജുദ് നിസ്കരിക്കാത്തോ തഹജ്ജുദിനെ പരിചയമേ ഇല്ലാത്ത തഹജ്ജുദ് എന്ന് എന്തുകൊണ്ട് കൊന്നില്ലാത്ത എത്രയോ ഭർത്താക്കന്മാർ മങ്ങിലായാലും പിന്നെ തഹജ്ജുദ് പോലും നിസ്കരിക്കടേ ആൾമാർ കാണും. ഇതെല്ലാം പെഞ്ഞായിമാരെ ഒരു പ്രയത്നമായിട്ടേക്കിടും. എല്ലാ ആണിങ്ങും അങ്ങ് എത്ര വലിയ ആൾമാർമേനാവട്ടെ ഔത്തു പെഞ്ഞായിമാർ അങ്ങ് സറണ്ടർ ആവട്ടില്ല. അപ്പോൾ ആ പെഞ്ഞായിമാരിലേക്ക് അങ്ങ് സറണ്ടർ അവിടെ ആ ഒരു പിന്നെ ഒരു പ്രക്രിയ അത് സാധാരണ ദുനിയാവും നടക്കുന്നതായിരിക്കും. അപ്പോൾ പെഞ്ഞായിമാർ മാപ്പിളമാരെ എങ്ങനെ വേണം അങ്ങ് എന്താക്കാറ് തിരിക്കും അങ്ങ് സാധ്യതയോട്. ഒരർത്ഥത്തിൽ ചെല്ലെങ്കിൽ ഒരു റിമോട്ട് കൺട്രോളും ചില റിമോട്ട് കൺട്രോൾ. അപ്പോൾ മാപ്പിളമാരെ റിമോട്ട് കൺട്രോളായിട്ടേക്ക് പെഞ്ഞായിമാർ. അപ്പോൾ ആ ഒരു ശക്തിയെ ഉപയോഗിച്ചിട്ട് മാപ്പിളമാരെ ദീനിലായിട്ട് അങ്ങ് ദീൻ തപ്പാത്ത പോലെ കൺട്രോൾ ആക്കുന്നത് പെഞ്ഞായിമാരെ പിന്നെ കർത്തവ്യമായിട്ടേക്കിട് ഈമാൻ്റെ മേൽ എന്താക്കടെ പിന്നെ സഹായക്കടേനെ. അത് മാപ്പിള ചിലപ്പോൾ പിന്നെ സുന്നത്ത് ജമാഅത്ത് അല്ലാത്ത വിശ്വാസത്തെ അപ്പുറത്തെ വിശ്വാസത്തിലേക്ക് ആകർഷണമായിരിക്കും. അപ്പോൾ ആ മാപ്പിളയുടെ പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിലേക്ക് ആ അടിവരച്ചിട്ട് അവൻ്റെ കൺട്രോൾ ആക്കുന്നത്, ആ ഒരു വിശ്വാസത്തിൽ
അടിയുറപ്പിക്കരുതും പെഞ്ഞായിമാരെ കർത്തവ്യമായിട്ടിക്കട്. അങ്ങനെ എത്ര ആൾമാരുള്ളാറ് അങ്ങനെ മങ്ങിലാടെ മുന്നോളത്തിൽ ചഞ്ചല പോലെ ആയിട്ടിക്കിടാറ്. മങ്ങിലായാൽ പിന്നെ അൽഹംദുലില്ലാ അങ്ങ് കറക്റ്റായിട്ട് അഹ്ലു സുന്നത്തിൽ ആ വിശ്വാസത്തെ അങ്ങ് തിരിച്ചു പണ്ടാറ്. അതൊക്കെല്ലാം പെഞ്ഞായിമാരുടെ സ്ട്രിക്റ്റായ ആ ഒരു നടപടിക്കായിട്ടിക്കട്. ഇങ്ങനെ മാപ്പിലെ ദീൻ തപ്പാത്ത പോലെ പ്രയത്നാക്കണേ പെഞ്ഞായി. അവಳು ദുനിയാവുൽ ബലപാൽ ഏറ്റവും ബലപാലുള്ള വസ്തുവായിട്ടിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെല്ലും 4 കാര്യം ഒരാൾ കിട്ടിയിട്ടായെങ്കിൽ ദുനിയാവുൽ വേറെന്തോ അവർക്ക് കിട്ടാൻ ആവശ്യമില്ല. അത്രയും വലിയ ഖൈറായ 4 കാര്യമുണ്ട്. അതിൽ ഒന്നും കൽബൻ ഷാക്കിറായത് നല്ല അള്ളാഹു ശുക്ർ ചെയ്ത കൽബ്. രണ്ടാമത്തത് ലിസാനൻ ദാക്കിറ എപ്പോഴും ദിക്ർ ചെല്ലുന്നാവും. മൂന്നാമത്തത് സബർ ചെയ്ത ശരീര എല്ലാ വിഷയത്തിലും സബർ വേണമല്ലേ ദുനിയാവുൽ സബർ ചെയ്തത്. നാലാമത്തത് സ്വാലിഹത്തായ പെഞ്ഞായി. സ്വാലിഹത്തായ പെഞ്ഞായി ഒരു മനുഷ്യരുടെ ജീവിതത്തിൽ കടന്നു വന്ന അവന് വലിയ ലക്കി മാനായിട്ടിക്കട. ചിലപ്പോൾ ഫൈനാൻഷ്യലായിട്ട് പൈസ കാശിലെല്ലാം അവന് കുറഞ്ഞിട്ടിരിക്കും. പക്ഷേ പെഞ്ഞായി സ്വാലിഹത്തായി കിട്ടിയാൽ അവനെ ശ്രീമന്തായിട്ടിക്കട. കുറേ ആസ്തി അന്തസ്ത് ഉള്ളത് കൊണ്ട് പെഞ്ഞായി ഒരു ബെടക്കായിട്ട് പെഞ്ഞായി ദീനിലില്ലാണ്ടായെങ്കിൽ അത് അവൻ എത്ര വലിയ പൈസക്കാരായിട്ടും കാര്യമില്ല. അതേ സന്ദർഭത്തിൽ പെഞ്ഞായി ദീനിലുള്ള ആൾ അവനിലും വലിയ പൈസ കാശൊന്നും ഇല്ല, ഒരു പാവപ്പെട്ടായിട്ട് മിസ്കിനായിട്ട് ജീവിച്ചിട്ടുള്ള ആയെങ്കിൽ അവന് ദുനിയാവിൽ ഏറ്റവും വലിയ ശ്രീമന്തായിരിക്കട്ടെ. കാരണം പെഞ്ഞായി ദീനിലുള്ള ആളല്ലേ. അപ്പോൾ പെഞ്ഞായി ദീനിലിക്കലായിട്ടിക്കടെ ഏറ്റവും മുഖ്യം. അതൊക്കെ ആയിട്ടിക്കടെ എല്ലാവരും ദ്വാരക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളുടെ ഭാര്യമാരെല്ലാം സാലിഹത്തിൽ പെടുത്തട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങളുടെ ദുനിയാവും ആഖിറവും സലാമത്താക്കട്ടെ. സർവ്വ രോഗത്തെ തൊട്ട് അല്ലാഹു ശിഫയാക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു